ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്നൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. തക്കാളി, പരിപ്പ്, സവാള, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ക്യാരറ്റ്, മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ, കായം, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, വെന്തയം, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, തേങ്ങ, ഇതെല്ലാം നമുക്ക് വേണ്ടത്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കായം ഇട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക. അതിന് മുമ്പ് നമുക്ക് ഒരു കുക്കർ എടുത്ത് പരിപ്പും തക്കാളിയും സവാളയും ഇട്ട് ഒരു കുക്കറിൽ വെച്ച് 2 വിസിൽ അടുപ്പിക്കുക. വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പച്ചക്കറികളെല്ലാം എടുത്തിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. അടിച്ചതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടിയിൽ വെച്ച് തേങ്ങ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വഴറ്റിയെടുത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു ജാറിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുത്തത് പരിപ്പ് പച്ചക്കറികളെല്ലാം നല്ലോണം പോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ ഗായ്സ്. അപ്പം നമുക്ക് ഇതിട്ട് അതിലെടുത്ത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് തിളപ്പിക്കുക. കുറച്ച് പുളിവെള്ളം കറച്ചെടുത്ത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു ചീഞ്ചട്ടി വെച്ച് അതിൽ കടുകിട്ട് 2 വറമുളക് പിന്നെ കറിവേപ്പിലയും എടുത്തിട്ട് പൊട്ടിച്ച് വഴറ്റിയെടുത്ത് നമുക്ക് അത് സാമ്പാറിലോട്ട് എടുത്ത് ഒഴിച്ചെടുക്കാം. അടിപൊളി സാമ്പാർ ഗായ്സ്. അപ്പം നിങ്ങൾ ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കട്ടോ ഗായ്സ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്, നമ്മുടെ സാമ്പാർ റെഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കണം, ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.